ദീപാർപ്പണ ഗീതം. പാവനപ്രഭയും വിളക്കിതാ സാവധാനമടിയൻ കൊളുത്തിനെ, പാവനപ്രഭയും വിളക്കിതാ സാവധാനമടിയൻ കൊളുത്തിനെ, ഭാവബന്ധമൊടു സത്യരൂപനാം ദേവാ നിൻ മഹിമയാർന്ന ഈ കോവിലിൽ പാവനപ്രഭയും വിളക്കിതാ സാവധാനമടിയൻ കൊളുത്തിനെ, അല്പമെങ്കിലും അതിൻ പ്രഭാങ്കുരം സൽപതേരുൾ തുരന്നു മെല്ലവേ, ശില്പരമ്യ പദപീഠഭൂവിൽ നിന്നുൽപ്പതിച്ചു തിരുമയിലെത്തണേ. गणानां त्वां गणपतिं हवामहे, कविं कवीनामुपमश्रवस्तमम्, ज्येष्ठराजं ब्रह्मणां ब्रह्मणस्पत आनशृण्वन्नोदिभिस्सीदसाधनम्. ओम श्री महागणपतये नमः. കാണുന്ന ലോകത്തെ മാത്രം കണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ കാണാത്ത ലോകത്തെ കുറിച്ച് പലപ്പോഴും നാം അറിയാനില്ല. കാണുവാൻ ഏതൊരു ഉപകരണം തനിക്ക് കണ്ണുകൊണ്ട് തന്നെ കാണാൻ പറ്റാത്ത രീതിയിൽ തന്നിൽ നിലനിൽക്കുന്നുവോ, ആ ഘടകം ഉള്ളത് കൊണ്ട് മാത്രമാണ് താൻ ഈ പുറലോകത്തെ കാണുന്നത് എന്ന് കാണുവാനോ അറിയുവാനോ പലപ്പോഴും നമുക്ക് കഴിയാറില്ല. പുറലോകവും അകലോകവും രണ്ടെന്നുള്ള ധാരണ ഒബ്ജക്റ്റീവ് വേൾഡും സബ്ജക്റ്റീവ് വേൾഡും രണ്ടാക്കി മാറ്റി. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാം ചോദിച്ചാൽ പലപ്പോഴും പറയും, നിങ്ങൾ ആരെന്ന് ചോദിച്ചാൽ ഞങ്ങളൊരു ഭൗതിക ജീവിയാണ്, ഒരു ഗൃഹസ്ഥനാണ്, ഭൗതികമായ ലോക വ്യവഹാരങ്ങളിലെല്ലാം വ്യവഹരിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിക്കുകയാണ്. പിന്നെ കുറച്ചൊക്കെ കഴിയട്ടെ, റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ഒരു ആധ്യാത്മിക ചിന്തയോ ചര്യയിലേക്കോ കടന്നു ചെല്ലാം. ഇപ്പോ അതിനുള്ള സമയമൊന്നും ആയിട്ടില്ല, കാരണം തലയൊന്നും നരച്ചിട്ടില്ല, ഈ ഷേപ്പൊക്കെ ആസിറ്റീസ് കുഴപ്പമില്ല. അത് കണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷം മതി. എവിടെന്നോ ഒരു നമ്മൾ പറയില്ലേ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്ന് പറയില്ലേ, അതുപോലെ ജീവിത വീക്ഷണത്തില് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നമുക്ക് സംഭവിച്ചു. അപ്പൊ ഇപ്പൊ തൽക്കാലം തന്നിൽ ഏൽപ്പിച്ച ഈ ചുമതല, ആ ചുമതലാബോധമായിട്ട് ചെയ്യുമ്പോഴും ഒരു മനുഷ്യനായി പിറന്ന താൻ മനുഷ്യനായി ജീവിക്കുവാൻ വേണ്ടി തൽക്കാലം സ്വീകരിച്ച ഈ ചുമതലാബോധത്തിൽ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് എങ്കിലും തന്റെ ഈ മനുഷ്യ ജീവിതത്തിനോട് കൊടുത്താൽ എത്രമാത്രം ജീവിതം ധന്യമാകും. അപ്പൊ അത് കൊടുക്കണം. ഏത് ചുമതല എടുത്തു നമ്മൾ ചെയ്യുമ്പോഴും ആ ചുമതലകൾ മുഴുക്കെ ആത്യന്തികമായിട്ട് മനുഷ്യനായ തന്റെ ജീവിതത്തെ യഥാർത്ഥ തലത്തിൽ എത്തുവാൻ വേണ്ടിയാണ്. ആ ചുമതലാബോധം ആദ്യം നമുക്ക് അതാണ് നമ്മൾ ബോധിക്കുന്നത്. ഇവിടെ അവതരിപ്പിച്ചു.
അവതരിപ്പിച്ച ആധ്യാത്മിക പ്രഭാഷണം എൻ്റെ ചെറിയ വീക്ഷണത്തിൽ ശ്രീനാരായണ ദർശനത്തിലെ ആത്മീയതയുടെ സത്യസന്ധമായ ആവിഷ്കാരമാണ്. ബോധത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് ലോകത്തെ കാണുന്ന സമഗ്രമായ ദർശനത്തിൻ്റെ ആവിർഭാവം ശ്രീനാരായണ ഗുരുദേവന്റെ അദ്വൈത ദീപിക എന്ന കൃതിയിലെ ഒരു പദ്യമാണ് സ്വാമിജി ഇവിടെ വ്യാഖ്യാനിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരിടത്ത് ഗുരുദേവൻ ചോദിക്കുന്നു, അന്ധന് സൂര്യൻ പ്രകാശമാകുമോ? വേറൊരിടത്ത് ഗുരുദേവൻ സന്ധ്യാസമയത്ത് അരണ്ട വെളിച്ചത്തിൽ പൂമാല കണ്ടിട്ട് പാമ്പാണ് എന്ന് തെറ്റിദ്ധരിച്ച ഒരു മഠയനോട് ആധ്യാത്മികതയെ നിഷേധിക്കുന്നവരെ വിശേഷിപ്പിക്കുന്നു. അദ്വൈത ദീപികയിൽ ഗുരു ആലേഖനം ചെയ്തിട്ടുള്ളത്, ജ്ഞാനിക്ക് സത്തുലക് ചിത്ത് സുഖസ്വരൂപം, ആനന്ദമല്ല അനൃതം അജ്ഞന് ഇത് അപ്രകാശം, കാണുന്നവന് സുഖമസ്ഥിതയാർന്ന ഭാനുമാൻ അക്കൻ, അന്ധന് ഇരുളാർന്ന ഒരു ശൂന്യവസ്തു എന്ന് പറയുകയാണ്. അന്ധന് സൂര്യൻ പ്രകാശമാകുമോ? അവസരം കിട്ടിയത് ഗുരുദേവ അനുഗ്രഹവും ജന്മാന്തര സുഹൃതവുമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതിന് അവസരം ഒരുക്കി തന്ന ഇതിന്റെ സംഘാടകരോട് ഞാൻ നന്ദി പറഞ്ഞുകൊള്ളട്ടെ. മതാതീത ആത്മീയതയുടെ ആചാര്യനായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. മതമൗലികവാദികൾ ഇന്ന് ആഗോള വ്യാപകമായി നടത്തുന്ന തിക്ത അനുഭവങ്ങളിൽ നിന്നും മോചനം നേടണമെങ്കിൽ നാം ശ്രീനാരായണ ദർശനം മനനം ചെയ്യുകയും അത് ആഗോള വ്യാപകമായി പ്രചരിപ്പിക്കുക തന്നെ. ശ്രീമതി സരോജിനി പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. ശ്രീനാരായണ ലോക മഹാസമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാ ബഹുമാന്യരായ ശ്രീനാരായണീയർക്കും ശ്രീനാരായണ ഗുരുദേവന്റെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്നും വിരമിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവന് ശിവശതകത്തിൽ പറയുന്നത് പോലെ വിധി വരച്ചത് മാറി വരാൻ പണി, പ്രതിവിധിക്കും അകറ്റരുതായത് എന്ന് പറഞ്ഞതുപോലെ ഇത് വിധിയാണ്. വിധാതാവിന്റെ ഒരു നിയോഗമായിട്ട്
ഗുരു നിയോഗമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുകയാണ്. ഈ ഖുറാനിൽ പറയും, പരിശുദ്ധ ഖുറാനിൽ പറയും, നാം കഴിക്കുന്ന ഓരോ അരിമണിയിലും ആ കഴിക്കുന്നയാളിൻ്റെ പേരെഴുതി വെച്ചിരിക്കുമെന്ന് എന്ന് പറയുന്നത് പോലെ വിധാതാവിൻ്റെ കയ്യിലെ ഒരു കളിപ്പാവയായിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുകയാണ്. ദേവി ഭാഗവതത്തിൽ പറയും, സകലരും പാവകൾ എന്ന പോലെ സകലേശ്വരിക്ക് വിധേയരത്രേ, കയർ മൂക്കിലിട്ടൊരു കാളകൾ പോൽ സകലരും കാലപാശത്തിലെങ്ങുമെന്ന്. അങ്ങനെയെല്ലാം വിധാതാവിൻ്റെ കയ്യിലെ കളിപ്പാവ പോലെ ശ്രീനാരായണ ഗുരുദേവന്റെ നിയോഗത്താൽ ഇന്ന് എനിക്ക് ഇത്തരത്തിലൊരു അപൂർവ ഭാഗ്യം സിദ്ധിച്ചിരിക്കുകയാണ്. ഏതായാലും ഈ വനിതാ സമ്മേളനത്തില് നേരത്തെ നമുക്ക് മുമ്പേ ഒരു പ്രൗഢഗംഭീരമായ ഒരു സൗമ്യ തേജസ് പോലെ നമുക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ഒരു ആധ്യാത്മിക പ്രഭാഷണം ചെയ്ത നമ്മുടെ ഈശാ സ്വാമികളുടെ വാക്കുകളൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നി, ഈ വനിതാ സമ്മേളനത്തിന് ആ പ്രിയപ്പെട്ട ഈശാ സ്വാമി നമുക്ക് മുമ്പിലേക്ക് നൽകിയ ചില ദീപങ്ങളുണ്ട്, ചില ദീപ്തിമത്തായിട്ടുള്ള വശങ്ങളുണ്ട്. എന്താണെന്നോ, അദ്ദേഹം നമ്മളോട് സൂചിപ്പിച്ചു, ആധ്യാത്മികതയും ഭൗതികതയും കോർത്തിണക്കിക്കൊണ്ട് ഒരു അരിമാവ് കൊണ്ട് എങ്ങനെയാണോ വിവിധ തരത്തിലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മളെല്ലാം ഭുജിക്കുന്നത്, അതുപോലെ തന്നെ പല വിധത്തിലുള്ള മതാനുയായികളും ഏതാണോ ഒന്നിനു വേണ്ടി കാംക്ഷിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മതേതര ആത്മീയതയുടെ ഒരു ഉന്നതമായ ഉത്തുംഗമായ നിത്യഹരിതാപമാർന്ന മേഖലകളിലേക്ക് നമ്മളെയെല്ലാം പതുക്കെ പതുക്കെ കരം പിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പ്രതീതി ഉണ്ടായി. പണ്ടൊരിക്കല് ഈ നെയ്യാറൊക്കെ വറ്റുവരണ്ട് കിടന്നിരുന്ന ഒരു കാലഘട്ടത്തില് ശ്രീനാരായണ ഗുരുദേവൻ ഈ കൃതി എഴുതി തന്നുകൊണ്ട് ഈ അത്ഭുതകരമായ ശബ്ദത്തിന് ഈ അന്തരീക്ഷത്തിൽ അത്ഭുതകരമായ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കാമെന്ന് ശാസ്ത്രീയമായിട്ട് തെളിയിച്ചുകൊണ്ട് പ്രാർത്ഥനയെ ശാസ്ത്രീയതയിലൂടെ ഒരു സ്പിരിച്വൽ തെറാപ്പിയാക്കി മാറ്റിക്കൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് മുമ്പിൽ നിൽക്കുകയാണ്. ഈ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന്. എപ്പോൾ എവിടെയെല്ലാം ധർമ്മം നശിച്ച് അധർമ്മം കൊടികുത്തി വാഴുന്നുവോ അപ്പോൾ അവിടെ ധർമ്മം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള മഹാത്മാക്കൾ ജന്മമെടുക്കുന്നു എന്ന്. നമ്മൾ ഒരു കാരണവശാലും നമ്മളുടെ കുട്ടികളെ വിദ്യ അഭ്യസിപ്പിക്കാതിരിക്കരുത്. അതുകൂടാതെ പ്രത്യേകിച്ചും പെൺകുട്ടികൾ ഒരു ജോലിക്ക് വേണ്ട ബേസിക് ക്വാളിഫിക്കേഷൻസ് എങ്കിലും എടുക്കണമെന്ന് എല്ലാ പേരൻസും നിർബന്ധമായും ഒരു മനസ്സിൽ പ്രോമിസ് എടുക്കണം. നമ്മുടെ കുട്ടികളെ ഈ ഗുരുദേവൻ്റെ ദർശനങ്ങൾ നിർബന്ധമായും പ്രൈമറി എഡ്യൂക്കേഷൻ സ്റ്റേജ് ആ ഒരു 12 വയസ്സ് കഴിയുന്നതിന് മുൻപ് തന്നെ നമ്മുടെ കുട്ടികളെ എല്ലാവരും പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. നമ്മളുടെ SNDPയുടെ ഓരോ ബ്രാഞ്ചിൻ്റെയും അധീനതയിലുള്ള വീടുകൾ, അതിർത്തിയിൽ വരുന്ന വീടുകളിലെ കുട്ടികളെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇരുത്തി, എന്നില്ലെങ്കിൽ SNDPയുടെ ബ്രാഞ്ചസിലെ അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിനോട് ചേർന്നൊരു ഹാളിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഒരു 2 മണിക്കൂർ സമയം ഈ കുട്ടികൾക്ക് ശ്രീനാരായണ ദർശനം പറഞ്ഞു കൊടുക്കാൻ ഉള്ള ഉത്തരവാദിത്തവും ബാധ്യതയും നമ്മുടെ SNDPയുടെ യൂണിയൻ ശാഖകൾക്ക് ഉണ്ട് എന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. ഈ ഗ്ലോബൽ കൺവെൻഷൻ്റെ ഉത്തേജനം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ നാളെ മുതൽ അത് പ്രാവർത്തികമാക്കണമെന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ആധുനിക കേരളത്തിൻ്റെ ശില്പിയാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് എല്ലാവരും എല്ലാ കാലത്തും സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ നൂറ്റാണ്ട് കണ്ട ഏറ്റവും മഹാനായിട്ടുള്ള വ്യക്തിയായി ശ്രീനാരായണ ഗുരുദേവനെ മനോരമ പത്രവും മാതൃഭൂമി പത്രമൊക്കെ ഒരുപോലെ തിരഞ്ഞെടുത്തതിൻ്റെ പുറകിലും ആർക്കും നിഷേധിക്കാൻ വയ്യാത്ത ഗുരുവിൻ്റെ സ്വാധീനത്തെ തന്നെയാണ് നമ്മൾ കാണുന്നത്. 19-ാം നൂറ്റാണ്ട് വരേക്കും മാംസം മാത്രമായിട്ടിരുന്ന സ്ത്രീ അവരുടെ കൈകളുടെയും ശരീരങ്ങളുടെയും ചില അംഗങ്ങളുടെ അളവുകൾ മാത്രമെടുത്ത് കവികൾ വർണ്ണിച്ച് അങ്ങനെ മാംസം മാത്രമുണ്ടായിരുന്ന കേരളീയ സ്ത്രീക്ക് ആത്മാവ് കൊടുത്ത മഹാഗുരുവാണ് ശ്രീനാരായണ ഗുരു. കുടുംബം എന്നുള്ള സങ്കല്പം കേരളത്തിൽ ഉണ്ടാകുന്നത് ശ്രീനാരായണ ഗുരുവിനോട് കൂടിയിട്ടാണ് എന്നുള്ള ചരിത്ര സത്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കട്ടെ. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുക, അവളോട് വിശ്വസ്തയോടുകൂടി ജീവിതകാലം മുഴുവൻ അവളെ പ്രേമപൂർവ്വം ജീവിക്കുക എന്നുള്ളൊരു സങ്കല്പം നമ്മുടെ കേരളത്തിൽ ഉണ്ടായത് ശ്രീനാരായണ ഗുരുവിന് ശേഷമാണ് എന്നുള്ള വസ്തുത നമ്മൾ ഓർക്കണം. ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്നും ഒരു ഗൈനക്കോളജിസ്റ്റായിട്ടും പീഡിയാട്രീഷ്യനായിട്ടും ഞാൻ ഒരുപാട് കാര്യങ്ങൾ മെഡിക്കൽ കോളേജിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഗുരുവിൻ്റെ ഈ ചെറിയ പുസ്തകം ഉണ്ടല്ലോ, ശ്രീനാരായണ ധർമ്മം,
ഇത് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ ഇത്രയും നാൾ എന്താണ് ചെയ്തത്. ഞാൻ ഒരു ഡോക്ടറായിട്ട് എൻ്റെ ധർമ്മം ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്നു. ഞാൻ എത്രയോ പ്രസവങ്ങൾ എടുത്തു കൊടുത്തു, എത്രയോ കുട്ടികൾക്ക് ആരോഗ്യം പകർന്നു കൊടുക്കുന്നു എന്ന് ഞാൻ സ്വയം വീമ്പിളക്കിയിരുന്നു. പക്ഷെ അതെല്ലാം എത്ര വ്യർത്ഥമായിരുന്നു. ഈ ഒരു ചെറിയ പുസ്തകം, ദൈവമേ, ഗുരു, ഞാൻ പിറന്നു വീണത് സാക്ഷാൽ വാർണപ്പള്ളി കുടുംബത്തിലാണ്. ആ ഒരു പുണ്യം കൊണ്ട് മാത്രമാണ് ഗുരുവിൻ്റെ ഈ ചെറിയ പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടുന്നത് എന്ന് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്, പ്രത്യേകിച്ചും ഈ ഗ്ലോബൽ കൺവെൻഷൻ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ ഇവിടെ നടത്തുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ ലോകാരോഗ്യ സംഘടനയുടെ ഒരു പ്രതിനിധിയായിട്ട് തന്നെയാണ് ഞാൻ ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ഗുരുവിൻ്റെ പ്രതിനിധിയായിട്ടും ലോകാരോഗ്യ സംഘടനയുടെ പ്രതിനിധിയായിട്ടും. ലോകാരോഗ്യ സംഘടന എന്നിൽ ഏൽപ്പിച്ചിട്ടുള്ള ഒരു ദൗത്യം തന്നെയാണ് ഞാൻ ഇപ്പോൾ നിറവേറ്റത് ഉള്ള ഒരു ഔദ്യോഗിക ഒരു ഫുൾഫിൽമെൻറ്റുമായിട്ടാണ് ഞാനിത് അവതരിപ്പിക്കുന്നത്. അതിനകത്ത് പറഞ്ഞിട്ടുള്ള ചെറിയ 5 കാര്യങ്ങൾ, ഈ കുടുംബത്തെക്കുറിച്ച് നമ്മൾ എന്തെല്ലാം ചെയ്യണം എന്നുള്ളത് ദയവ് ചെയ്ത് ഇത് കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അല്ല നീണ്ട കരഘോഷമുള്ള പ്രഭാഷണങ്ങളോ പ്രസംഗങ്ങളോ നടത്തിയിട്ട് നമുക്കൊരിക്കലും ശ്രീനാരായണ ഗുരുവിനെ അറിയാൻ സാധിക്കില്ല. കടൽ കടന്ന് നമുക്ക് വേണ്ടി ഒരു ദൈവം ഇങ്ങോട്ട് വന്നു. അതുപോലെ തന്നെ മണലാരണ്യങ്ങൾ താണ്ടി മറ്റൊരു ദൈവവും ഇങ്ങോട്ട് വന്നു. ഇവരെല്ലാവരും ഇവിടെ കിടന്ന് അഹോരാത്രം പ്രയത്നിച്ചിട്ടും ഇവിടുത്തെ സാധാരണക്കാരൻ്റെ കണ്ണുനീര് കാണാൻ, അവൻ്റെ ആ സ്വാതന്ത്ര്യത്തെ ഒന്ന് മനുഷ്യൻ്റെ പന്ഥാവിലേക്ക് നയിക്കുവാൻ, മനുഷ്യനാക്കി മാറ്റുവാൻ ഒരൊറ്റ ദൈവത്തിനെങ്കിലും സാധിച്ചോ? ഇവിടെ ഇത്രയും കൂടുതൽ ദൈവങ്ങൾ ഉണ്ടായിട്ടും അവരെ ആരെയെങ്കിലും ഒന്ന് ആരാധിക്കുന്നതിന്, ഒന്ന് കണ്ടറിയുന്നതിന് നമ്മളെ സമ്മതിച്ചോ? സമ്മതിച്ചില്ലല്ലോ. ദൂരെ ദൂരെ നിന്നുകൊണ്ട് അന്ധാരങ്ങളെ നോക്കി തൊഴുതിട്ട് അന്ധകാരത്തെ മനസ്സിൽ നിറച്ചുകൊണ്ട് കണ്ണീരോടെ തിരിച്ചു പോയവരല്ലേ നാം. ദൈവമെന്ന് വെച്ചാൽ പ്രകാശ സ്വരൂപൻ. ഈ പ്രകാശ സ്വരൂപൻ എന്ന വാക്കിൻ്റെ അതേ അർത്ഥമാണ് ഗുരുവെന്ന പദത്തിനുമുള്ളത്. മാത്രമല്ല, ഭഗവാൻ പ്രകാശ സ്വരൂപനായിരുന്നു എന്ന് പലകുറി നമുക്ക് ബോധ്യപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അന്ന് 1888 അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തുന്നതിന് വേണ്ടി ഒരുങ്ങിയ അവസരത്തിൽ ഭഗവാൻ നമ്മൾക്ക് വേണ്ടി ആദ്യമായി ഒരു ഈശ്വരനെ അടുത്തു നിന്ന് പ്രാർത്ഥിക്കുവാൻ, തൊട്ടറിയുവാൻ, സ്പർശിച്ചറിയുവാൻ പാകത്തിനൊരു ദൈവത്തെ ഇവിടെ പ്രതിഷ്ഠിച്ചപ്പോൾ അന്ന് ഈഴവ പ്രമാണിമാരായിട്ടുള്ള കുറച്ചു പേർ പറഞ്ഞു, നമുക്കിതിനുള്ള അധികാരമില്ല. ഇന്നിവിടെ നടന്ന വനിതാ സമ്മേളനത്തിൽ നന്ദി പ്രകടനം നടത്തുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. അടുത്തതായി ഈ വനിതാ സംഘത്തിൻ്റെ ഇന്നത്തെ സമ്മേളനത്തിന് ഉദ്ഘാടനം നിർവഹിച്ച, പ്രസംഗ ധോരണി കൊണ്ട് ഇവിടെ എല്ലാവരെയും ആനന്ദസാഗരത്തിൽ ആറാടിച്ച ഞങ്ങളുടെ വനിതാ സംഘത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് ദീപ്തി അജിത്തിന് ഞാൻ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഇവിടെ മോഡറേറ്ററായി വന്ന് സുദീർഘമല്ല എങ്കിലും ഒരു പ്രഭാഷണം നടത്തിയ അഡ്വക്കേറ്റ് വി പി സീമന്തിനി അവർക്കും ഞാൻ എൻ്റെ വ്യക്തിപരമായും ഈ യോഗത്തിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. സമ്മേളനം നടക്കുന്ന വേദി തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് എയർ കണ്ടീഷൻ ചെയ്ത് ടെമ്പററി ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതിൽ പങ്കെടുത്ത വ്യക്തികൾ കേരളത്തിനകത്തും ഇന്ത്യയിൽ തന്നെയും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരാണ്. ശ്രീനാരായണ ധർമ്മങ്ങളും ആശയങ്ങളും പ്രചരിപ്പിക്കുവാനായി യുവജനങ്ങളുടെ ശക്തി എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് ആഴത്തിൽ ചിന്തിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ക്ഷണിക്കുന്നതിനായി SNDP യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി പ്രൊഫസർ ജി സത്യനെ ക്ഷണിച്ചുകൊള്ളുന്നു.
ഉമേഷ് ചലീൽ MLA ഷോൾ അണിയിക്കുന്നതിനായി സുജിത് KR ക്ഷണിച്ചുകൊള്ളുന്നു. കേരളത്തിൽ വെച്ച് ആദ്യം സംഘടിപ്പിച്ചിട്ടുള്ള ശ്രീനാരായണ ഗ്ലോബൽ മീറ്റ് എന്തുകൊണ്ടും ഇന്ന് കേരളത്തിലെ ജനങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംരംഭമാണ്. തീർച്ചയായിട്ടും ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് ശ്രീനാരായണീയരെ കൊണ്ടുപോകാനുള്ള ഒരു പുതിയ കാഴ്ചപ്പാടോടുകൂടി ഈ ശതാബ്ദി വർഷത്തിൽ കിട്ടാവുന്ന എല്ലാ സ്രോതസ്സുകളും ഉപയോഗിച്ചുകൊണ്ട് ഊർജം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പുതിയ നൂറ്റാണ്ടിലേക്ക് കടക്കാൻ SNDP നേതൃത്വം നടത്തുന്ന ഈ ശ്രമത്തെ എല്ലാ അർത്ഥത്തിലും സഹായിക്കുവാനും അതിനെ ശക്തിപ്പെടുത്താനുമുള്ള ഒരു അഭിവാഞ്ഛയാണ് നിങ്ങളെ എല്ലാവരെയും ഇവിടെ ഒത്തുചേർത്തിട്ടുള്ളത് എന്നെനിക്കറിയാം. ആ ലക്ഷ്യം കൈവരിക്കാൻ ഈ സംരംഭത്തിന് പൂർണ്ണമായും കഴിയട്ടെ എന്ന് ഞാൻ ആമുഖമായി തന്നെ ആശംസിക്കുകയാണ്. പ്രിയങ്കരനായ ബാബു ദിവാകരൻ അവർ പറഞ്ഞതുപോലെ യുവാക്കൾക്ക് ഏറെ അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുവാൻ സാധ്യതയുള്ള ഒരു സമ്മേളനമായി SNDP യോഗത്തിന്റെ ഒരു എളിയ പ്രവർത്തകനായി ഞാൻ നോക്കിക്കാണുകയാണ്. ഈ രാജ്യത്തെ യുവജന സമൂഹം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഭീഷണി തൊഴിലില്ലായ്മയാണ് എന്ന കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല. ഈ രാജ്യത്തെ ശ്രീനാരായണ സമൂഹത്തിലെ ചെറുപ്പക്കാർക്ക് അല്പം ആശ്വാസം നൽകുവാൻ കഴിയുന്ന പദ്ധതികൾ നടപ്പിലാക്കുവാൻ ഈ അന്താരാഷ്ട്ര തലം പ്രവർത്തന മേഖലയായുള്ള ഈ സംഘടനയ്ക്ക് കഴിയുമാറാകട്ടെ എന്ന് ആമുഖമായി ഞാൻ ആഗ്രഹിക്കുകയും ഒരു തൊഴിലാണെന്ന് യുവാക്കളുടെ മുമ്പിൽ അവരുടെ സ്വപ്നം സങ്കല്പവും ഒരു തൊഴിൽ നേടിയെടുക്കുക എന്നുള്ളത്. ഓരോ വർഷം ചെല്ലുന്തോറും അഭ്യസ്തരായ തൊഴിൽരഹിതരായ യുവാക്കളുടെ യുവതികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഇന്നത് 47 ലക്ഷം കവിഞ്ഞിരിക്കുന്നു. സ്വകാര്യ മേഖലയ്ക്ക് ഏറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്വകാര്യ നിക്ഷേപരെയൊക്കെ ക്ഷണിച്ചു വരുത്തിക്കൊണ്ടുള്ള പുതിയ തൊഴിൽ വ്യവസായ സംരംഭം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തൊഴിലിന് മുമ്പ് തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാ മേഖലയിലും നിന്ന് പ്രതിസന്ധി നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് കാർഷിക മേഖലയും വ്യവസായ മേഖല ഉണ്ടായിരുന്ന തകർച്ച ഇവിടുത്തെ യുവാക്കൾ വളരെ വിഷമത്തോടെയാണ് നോക്കിക്കാണുന്ന ആളെക്കുറിച്ചുള്ള ചിന്തിക്കുമ്പോൾ തന്നെ പുതിയൊരു തൊഴിലവസരത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ പോലും കഴിയാത്തൊരവസ്ഥ സംജാതമാകുന്നു ഇന്നിവിടെ യുവാക്കൾ കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നോക്കാവസ്ഥ എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ പിന്നോക്കാവസ്ഥയാണ്. ഈ സിംറ്റംസ് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവില്ലായ്മയുടെ തുടക്കമാണ്, അതിൻ്റെ സിംറ്റംസ് ആണ്. അപ്പോൾ അറിവ് വരുന്ന സ്ഥലങ്ങളിലെല്ലാം കാലാകാലങ്ങളിൽ പല സമുദായങ്ങളിലും മുന്നോക്കം നിൽക്കുന്ന സമുദായങ്ങൾ നമ്മളെ ചവിട്ടി അമർത്തി വെച്ചിരുന്നു. അതുകൊണ്ട് മാത്രമാണ് നാം ഈ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നത്. എന്നാൽ യുവജനങ്ങൾക്ക് വേണ്ടത് ആ യുവ പീരിയഡിൽ തന്നെ അറിവ് കൊടുക്കേണ്ടതാണ്. എന്ത് ആണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല അറിവ്, അവർക്കൊരു ജീവിതം നയിക്കാനുള്ള അറിവാണ് കൊടുക്കേണ്ടത്. ലോകത്ത് എല്ലാവരും കുറെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സോഷ്യൽ സ്റ്റഡീസ് എല്ലാവരും പഠിക്കാറുണ്ട്. പക്ഷേ മിക്കവാറും എല്ലാവരും ജീവിക്കാൻ പഠിക്കാൻ മറന്നു പോകുന്നുണ്ട്. ആ ജീവിതം ജീവിക്കാൻ വേണ്ടിയുള്ള അടുത്ത രീതിയാണ് നമ്മൾ ഓരോരുത്തരും തയ്യാറാക്കി അടുത്ത തലമുറയ്ക്ക് കൊടുക്കേണ്ടത്. നമ്മുടെ എല്ലാം പിതാക്കന്മാർക്ക് അനുവദിച്ച് കിട്ടിയിരുന്നുള്ളൂ. 4 രൂപ വില കിട്ടുന്ന വസ്തുക്കളെ 4 അണയ്ക്ക് ഉണ്ടാക്കുകയും 10 മേനി വിളയിക്കുന്ന വയലുകളിൽ 100 മേനി വിളയിച്ചും രാവിലെ കുന്താലിയും തോളിലേന്തി ചെന്ന് കാട് കയറി കിളച്ച് ഭൂമിയും ഭവനങ്ങളും സൃഷ്ടിച്ച
നമ്മുടെ പിതാമഹന്മാരെ മൂക്കെത്താത്ത ദൂരത്തു കൂടി വഴിമാറി നടത്തുന്ന ദുഷിച്ച് നാറിയ സാമൂഹ്യ പശ്ചാത്തലത്തിലാണ് ശ്രീനാരായണ ഗുരുദേവൻ ബ്രഹ്മവിദ്യയുമായി അരിപ്പുറത്ത് വന്ന് ശിവപ്രതിഷ്ഠ നടത്തുന്നത്. ഐക്യജാതിക്കാരെന്ന് പറഞ്ഞ് യാതൊരു ശാസ്ത്രീയ അടിസ്ഥാനവും ഇല്ലാതെ മനുഷ്യ സംഭാഷണവും മനുഷ്യ ദർശനങ്ങളും വെടിഞ്ഞ് എല്ലാം കാടുകയറി ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് പ്രായേണ മൃഗങ്ങളായിക്കൊണ്ടിരുന്ന മനുഷ്യ സമൂഹത്തെ ആധ്യാത്മിക വെളിച്ചത്തിലൂടെ സൂര്യമാർഗത്തിലേക്ക് നയിച്ച നമ്മുടെ ഈശ്വരനെ തിരിച്ചറിയാൻ വേണ്ടി നടത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ ധൈഷണിക വിപ്ലവമായിരുന്നു ഗുരുദേവന്റെ അരിയുപ്പുറം പ്രതിഷ്ഠ. ശ്രദ്ധേയങ്ങളായ പല പ്രബന്ധങ്ങളും ഇവിടെ അവതരിപ്പിക്കുകയും അതിനെക്കുറിച്ച് ചർച്ച നടത്തുകയൊക്കെ ചെയ്തപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സദസ്യര് പലരും ഏറെ പേരും ഈ ഹോള് നിറഞ്ഞു കവിഞ്ഞിരുന്ന ഒരു കാഴ്ചയാണ് എന്നെ അത്ഭുതപ്പെടുത്തിയിരുന്നത്. ഒന്നാമതും രണ്ടാമതും ശ്രീനാരായണ ഗ്ലോബൽ കൺവെൻഷൻ നടന്നത് യഥാക്രമം അമേരിക്കയിലും സിംഗപ്പൂരിലും വെച്ചാണ്. ഈ സമ്മേളനങ്ങളിൽ പങ്കുകൊള്ളാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അവിടെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് തദ്ദേശീയരായ അവിടെ താമസിക്കുന്ന ഭാരതീയർ, ഇഴവര്, ലത്തീയര്, അല്ലെങ്കിൽ നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ, അവരൊക്കെ അവിടെ വളരെ കൃത്യമായി പങ്കുകൊണ്ടെങ്കിലും ഇന്ത്യയിൽ നിന്ന് പോയ പ്രതിനിധികൾ പലരും ഒരു കാലത്തെ സെഷൻ കഴിഞ്ഞാൽ മുങ്ങാറാണ് പതിവ്. ഞാനും ജയൻ ചേട്ടനും കലാധരൻ ചേട്ടനും അത് ചെയ്യാറുണ്ടായിരുന്നില്ല. ശ്രീനാരായണ ദർശനങ്ങളോടുള്ള അമിതമായ താല്പര്യമല്ല, മറിച്ച് നമ്മുടെ ജനറൽ സെക്രട്ടറി ദേശീയത്തിലുള്ള പേടിയുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് അനുഭവമായ ഒരു കാര്യം, ഈ നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇവിടെ വന്നിട്ടുള്ളവരെല്ലാം ഒരു വ്രതശുദ്ധിയോടെ ശ്രീനാരായണ ദർശനങ്ങളിൽ കാണിച്ചിട്ടുള്ള താല്പര്യം ഏറെ ശ്രദ്ധേയമായി ഞങ്ങൾക്ക് തോന്നി. ധർമ്മസ്ഥാപന കർമ്മലോലുപമദേ ബ്രഹ്മരാധോ അഭവ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമൈദം. SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ അവർകളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയമുള്ള ശ്രീനാരായണ പ്രസ്ഥാനത്തിലെ വിവിധ ദേശങ്ങളിൽ നിന്ന് വന്നു ചേർന്നിരിക്കുന്ന പ്രവർത്തകരെ, ശ്രീനാരായണ ഗുരുദേവൻ ആലുവ അദ്വൈത ആശ്രമത്തിൽ ഇതുപോലെ ഒരു മധ്യാഹ്ന വേളയ്ക്ക് ശേഷം ഗുരു അങ്ങനെ വിശ്രമിക്കുമ്പോൾ ആലുവ ആശ്രമത്തിൽ പെരിയാറിലേക്ക് അഭിമുഖമായി നിലകൊള്ളുന്ന ആശ്രമത്തിൻ്റെ വരാന്തയിൽ ആ ഭഗവത് പാദര് അനന്തയുടെ ആഴമിളക്കുന്ന അവിടുത്തെ യോഗ നയനങ്ങളുള്ള കടാക്ഷജാലങ്ങളാൽ മുമ്പിൽ വരുന്ന ജനാവലിക്ക് ദുഃഖദുരിതാദികളിൽ നിന്ന് മോചനം നൽകുന്ന നിറഞ്ഞ വാത്സല്യവും കാരുണ്യവും പെയ്തിറങ്ങുന്ന അറിവിൻ്റെ ആഴങ്ങളിൽ നിന്നുകൊണ്ട് ഉല്ലാസം കൊള്ളുന്ന ആ ഭഗവത് പാദര് അവിടെ വിശ്രമം കൈക്കൊണ്ടിരിക്കുമ്പോൾ ഗുരുവിൻ്റെ മുമ്പിൽ വന്നു കോട്ടായി കുമാരൻ
മലബാറിൽ നിന്നുള്ള വിപ്ലവ കൊടുങ്കാറ്റായ ശിഷ്യൻ. ഞാൻ ഗുരുദേവന്റെ പാദങ്ങളിൽ നമസ്കരിച്ചതിന് ശേഷം അറിയിച്ചു, അവിടുത്തെ സന്ദേശ പ്രചരണാർത്ഥം ഞാൻ ഇന്നൊരു ദിക്കിലേക്ക് പോവുകയാണ്, ഞാൻ എന്താണ് അവിടെ പോയിട്ട് സംസാരിക്കേണ്ടത്? അപ്പം ഇതുപോലൊരു ചടങ്ങിൽ സംസാരിക്കുന്നതിന് വേണ്ടി കോട്ടായി കുമാരൻ പോവുകയാണ്. അപ്പോൾ പതിത കാരുണ്യകനായ ഗുരുദേവൻ അരുളി ചെയ്തു, അവരോട് പറയുക, ഒന്നാമതായിട്ട് അവരുടെ വയറിനെ നല്ലവണ്ണം സംരക്ഷിക്കുക, രണ്ടാമതായിട്ട് അവരുടെ ഹൃദയത്തെ നല്ലവണ്ണം സംരക്ഷിക്കുക, മൂന്നാമതായിട്ട് അവരുടെ തലയെ നല്ലവണ്ണം സംരക്ഷിക്കുക. ഇത് വിശദമായിട്ട് അവരോട് പറയുക. ഈ ക്ഷേത്രങ്ങള്, ഈ മഠങ്ങള് പ്രയോജനപ്പെടുത്തണമെന്ന് അദ്വൈത ജീവിതത്തിൽ അടിവരയിട്ട് ഗുരുദേവൻ പറയുന്നു. വളരെ ശാസ്ത്രീയമായ, ഇന്നത്തെ ആധുനിക ശാസ്ത്രം വളരെ ശാസ്ത്രീയമായ ഒരു ജനതയ്ക്ക് വേണ്ട, പുരോഗതിക്ക് വേണ്ട കാര്യം പറയുമ്പോൾ എന്തിന് ഈ അടുത്ത കാലത്ത് ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തലവൻ എഴുതി വെച്ചു. ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തലവൻ ശാസ്ത്രജ്ഞനാണ്, ആധ്യാത്മികാചാര്യനല്ല. എഴുതി വെച്ചു, ഒരു വ്യക്തിയുടെ, ഒരു കുടുംബത്തിന്റെ, ഒരു സമൂഹത്തിന്റെ ആരോഗ്യ സുഖസമ്പൂർണമായ അവസ്ഥ ശാരീരിക തലം, മാനസിക തലം, ബൗദ്ധിക തലം പ്ലസ് സ്പിരിച്വൽ സൈഡ്, ആധ്യാത്മിക തലം, അതിലൂടെ കൂടിയിട്ടാണ്. ശാരീരികമായ തലത്തിൽ ശ്രദ്ധിക്കണം, മാനസികമായ തലത്തിൽ ശ്രദ്ധിക്കണം, ബൗദ്ധികമായ തലത്തിൽ ശ്രദ്ധിക്കണം, പ്ലസ് സ്പിരിച്വൽ സൈഡ്, ആധ്യാത്മിക തലം. ഇത് ഇന്ന് ആധുനിക ശാസ്ത്രം ഇത് പറയാൻ കാരണം, നിങ്ങൾ അമേരിക്കയിൽ വന്നിട്ടുള്ള ആളുകളുണ്ട്, അമേരിക്കയിൽ വന്നിട്ടുള്ളവർക്കറിയാം, അമേരിക്കയിലുള്ള പൗരന്മാർക്ക് അവിടുത്തെ സർക്കാർ എഴുതി നൽകിയ നിർദ്ദേശമുണ്ട്, നിങ്ങൾ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ 8 ഐറ്റം വിജ്ഞാപനമുണ്ട്. അതിൻ്റെ അടിയിൽ പറയും അരമണിക്കൂർ മെഡിറ്റേഷൻ. കൃതികളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തതയുള്ള സിദ്ധാന്തവും സാധനയും അതിൻ്റെ അനുഭൂതിയും മാത്രമല്ല, സമൂഹ ജീവിതത്തെ ചലിപ്പിക്കുന്നതിന് വേണ്ടതായ വ്യവഹാരിക നിർദ്ദേശങ്ങളും അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡും അടങ്ങിയ ഒരു അത്ഭുതകരമായ ഒരു കൃതിയാണ് ആത്മോപശതകം. നമ്മൾ പറയില്ലേ, സൂപ്പർ മാർക്കറ്റ് എന്ന് പറയില്ലേ, എല്ലാ സാധനവും കിട്ടും. കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിൽ നിന്നൊരു സുഹൃത്ത് പറഞ്ഞു, സ്വാമി ഇവിടെ സൂപ്പർ മാർക്കറ്റിലുള്ളൂ, ഓസ്ട്രേലിയയിൽ ചില കടകളുണ്ട്. അവിടെ എന്താ പ്രത്യേകം വെച്ചാൽ, നമ്മൾ വീട് പണിയണമെങ്കിൽ ആ കടയിൽ കയറി ചെന്നാൽ വീട് പണിയാനുള്ള സിമന്റ്, ഇഷ്ടിക, മണ്ണ്, പറഞ്ഞ സുഹൃത്ത് ഇവിടെ ഇരിക്കുന്നുണ്ട്, സിമന്റ്, ഇഷ്ടിക, മണ്ണ് മുതലായ സാധനങ്ങൾ മാത്രമല്ല, ഉപ്പോട്ട് കർപ്പൂരം വരെ കിട്ടും. ഒരു വീട് പണിയാനുള്ള സാധനം മാത്രമല്ല, വീട്ടിലേക്കുള്ള മുഴുവൻ സാധനവും വാങ്ങിയിട്ട് കടയിൽ നിന്ന് പോരാ എന്ന് പറഞ്ഞ പോലെ, സൂപ്പർ മാർക്കറ്റിനെ അതിശയിക്കുന്ന ഒരു കടയെ കുറിച്ച് പറഞ്ഞ പോലെ, അതുപോലെ ഒരു മഹാഗുരുവിനെ നമുക്ക് കിട്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് ജീവിതത്തിന്റെ ഏത് തലത്തെക്കുറിച്ചാണ് ശാസ്ത്രീയമായിട്ട് അറിയേണ്ടത്? ആധുനിക ശാസ്ത്രത്തിന് അവിരോധമാം വിധത്തില് ഏത് തലത്തെക്കുറിച്ചാണ് അറിയേണ്ടത്? ഏത് തലത്തെക്കുറിച്ച് അറിയണമെങ്കിലും അത് ലൈംഗികതയാവട്ടെ, പണമാവട്ടെ, പദവിയാവട്ടെ, സമാധി അനുഭൂതിയാവട്ടെ, അദ്വൈത അനുഭൂതിയാവട്ടെ, ഈ ആധ്യാത്മികമാവട്ടെ, ഭൗതികതയാവട്ടെ, രണ്ടിൻ്റെയും 2 അറ്റങ്ങളിലേക്കും ഒരുപോലെ സ്പർശിച്ചെന്നുകൊണ്ട് ജീവിതത്തെ AC ഇട്ട് നമ്മൾ അകത്തിരിക്കുമ്പോൾ സുഖം അനുഭവിക്കുന്ന പോലെ നമ്മുടെ ആന്തരിക ലോകത്തെയും ബാഹ്യ ലോകത്തെയും ഒരുപോലെ കുളിർമയുള്ളതാക്കാൻ പ്രഭാവമുള്ള ഒരു തത്വ ദർശനവുമായിട്ടൊരു മഹാഗുരു ഇതാണ് ഗുരുദേവൻ വിലാസം ചെയ്യുന്നു. ആധുനിക ശാസ്ത്രയുഗത്തിൽ ശ്രീനാരായണ സന്ദേശങ്ങൾക്കും ദർശനങ്ങൾക്കുള്ള പ്രസക്തി വളരെ ലളിതമായ ഭാഷയിൽ, അവിടെ ഗംഭീരമായ വിഷയങ്ങൾ ലളിതമായ ഭാഷയിൽ അവതരിപ്പിച്ച സ്വാമികൾക്ക് ഒറ്റവാചകത്തിൽ നന്ദി പറയുവാനും അതുപോലെ ഇവിടെ വേദിയിലും സദസ്സിലിരിക്കുന്ന അതിപ്രഗത്ഭരായ ലോകത്തിന് വിദേശത്ത് വെച്ചിരിക്കുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും എൻ്റെ വാക്കുകൾ ഗുരുദേവ സമക്ഷം സമർപ്പിക്കുന്നു. Thank you.
ചെയ്ത കർമ്മങ്ങളെല്ലാം ദിവ്യകർമ്മ പ്രബോധനമല്ലോ. നീ ചെയ്ത കർമ്മങ്ങളെല്ലാം ദിവ്യകർമ്മ പ്രബോധനമല്ലോ. നീ ചെയ്ത ധ്യാനാങ്കണങ്ങൾ ശ്രേഷ്ഠമാത്മീയ ക്ഷേത്രങ്ങളല്ലോ. നീ ഗുരുദേവ ഗുരുദേവ നാരായണ പ്രണമിക്കുവിൻ പദം വിനയാന്വിതം. ഗുരുദേവ ഗുരുദേവ നാരായണ. ഞാൻ ഓരോ ദിവസങ്ങളും വ്യത്യസ്തമായ പ്രോഗ്രാമാണ് ഇതിനെ പ്ലാൻ ചെയ്തിരുന്നത്. ഇതിനിടയ്ക്ക് തമിഴ് പാട്ടുകൾ എന്തിന് ഉൾപ്പെടുത്തി എന്ന് പലരും ചോദിച്ചിട്ടുണ്ടാവും. പക്ഷേ തമിഴ്നാട്ടിൽ നിന്ന് ഒത്തിരി പേര് ഈ പരിപാടിക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഹിന്ദി സോങ്ങുകൾ എന്തിനു ചേർത്തു എന്ന് വെച്ചാൽ മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും, അമേരിക്കയിൽ നിന്നും കാലിഫോർണിയയിൽ നിന്നും ഗൾഫിൽ നിന്നും ഒത്തിരി പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു വിശാല ഇതായ സംഭവത്തിൽ ഈ സമ്മേളനത്തിൽ ഞാൻ അവതരിപ്പിച്ചു. അതിൻ്റെ തെറ്റുകുട്ടികൾ മുഴുവൻ എന്റേതാണ്. നല്ലതായ ചീത്തയായിട്ട് ഞാൻ കേൾക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ വന്നെത്തിയ പ്രഗത്ഭരും പ്രശസ്തരുമായ ശ്രീ നാരായണീയ സംഘടനയുടെ ഭാരവാഹികൾ ഇവിടെ സംഗമിക്കുകയാണ്. ഇവരുടെ നേതൃത്വത്തിൽ നമ്മുടെ സമുദായത്തിനും ഒപ്പം ഈ രാജ്യത്തിനും ഗുണകരമായ പുരോഗതിക്ക് വേണ്ടി നടത്തുവാൻ പറ്റാവുന്ന പ്രവർത്തനങ്ങൾ ഇവിടെ അവതരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കേരളത്തിൻ്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെയുള്ള നമ്മുടെ സുഹൃത്തുക്കൾ ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. ഈ സമ്മേളനത്തിൽ മാത്രം പോരാ, ഇവർ പിരിഞ്ഞു പോയാലും ഇവരുടെ ഭവനങ്ങളിലും ഉണ്ടാകണം. ശ്രീനാരായണ ഗുരുവിൻ്റെ നാമം ഉച്ചരിക്കുന്ന എല്ലാ ഭവനങ്ങളിലും ഉണ്ടാകണം. അങ്ങയുടെ ശക്തി ഈ ജനങ്ങൾക്ക് പകരണം. ഇവിടെ വ്യവസായം വളരാൻ അങ്ങയുടെ ശക്തി, അങ്ങയുടെ ശബ്ദം എല്ലായ്പ്പോഴും എന്നും ഉണ്ടാകണമേ എന്ന് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഗുരുവിന് അതിന് നമുക്ക് ശക്തി തരട്ടെ എന്ന് ഞാൻ ഒന്നുകൂടെ അപേക്ഷിക്കുന്നു. ഏകദേശം 6 മാസം മുമ്പ് ഈ സമ്മേളനം ഇവിടെ നടത്താൻ നമ്മുടെ ധീരനായ നേതാവ് SNDPയുടെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശനും അതിൻ്റെ സമുന്നതനായ മറ്റൊരു നേതാവ്, അതിൻ്റെ പ്രസിഡന്റ് ശ്രീ വിദ്യാസാഗറും, അതിനുപരി രാപകൽ പ്രയത്നിക്കുന്ന സത്യൻ സാറും. അദ്ദേഹത്തിന് പ്രത്യേക ടൈറ്റിൽ ഞാൻ കൊടുക്കുന്നില്ല, കാരണം അദ്ദേഹം എല്ലാം ചെയ്യും. അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്. ഏതൊരു പ്രസ്ഥാനത്തിൽ എവിടെ ഓടി നടക്കാനുണ്ടെങ്കിലും ചെയ്യുന്ന അദ്ദേഹവുമായിട്ട് ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും അതിൻ്റെ ഫലമായിട്ട് 3ാമത് കൺവെൻഷൻ കൊച്ചിയിൽ വെച്ച് നടത്താം എന്ന് തീരുമാനിക്കുകയും ചെയ്തു. ഇത് ഈ സമ്മേളനത്തിൻ്റെ അവസാന ദിവസമാണ്, പക്ഷേ ഭാവിയുടെ തുടക്കം കുറിക്കുന്ന ദിവസമാണ്. ആ തുടക്കം കുറിക്കാനാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. വേദിയിൽ നിന്ന് തന്നെ ശ്രീ അരവിന്ദാക്ഷൻ്റെ വിസ്ഫോടകരമായ വെളിപ്പെടുത്തുകൾ, ഓരോ വെളിപ്പെടുത്തലുകളും കോൾമേൽ കൊള്ളുകയായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്കും അതേ അനുഭവമായിരുന്നു ഉണ്ടായിരുന്നു തോന്നുന്നു. എന്തു തന്നെയായാലും ഈ ഗ്ലോബൽ മീറ്റിനോടനുബന്ധിച്ച് വരുന്ന എല്ലാവിധ നിക്ഷേപ സമാഹാര പദ്ധതികളും വൻ വിജയമായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. തുടർന്ന് വരുന്ന ഓരോ പ്രാസംഗികർക്കും മാക്സിമം 5 മിനിറ്റ് ടൈമാണ് അനുവദിച്ചിരിക്കുന്നത്. 4 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ബെല്ലടിക്കും. 5 മിനിറ്റിൽ അവരവരുടെ പ്രസംഗങ്ങൾ നിർത്തിയിരിക്കണം. നിങ്ങൾക്കെല്ലാവർക്കും ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമസ്തേ. ഗൾഫിലുള്ള ഈഴവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധിവരെ നമ്മെ അവഗണിക്കപ്പെട്ടിരുന്ന ഒരു സമൂഹമായിരുന്നു. അത് സാമൂഹ്യപരമായാലും സാംസ്കാരികപരമായാലും പൊതുവേദികളിലായാലും. കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ നമ്മുടെ പ്രിയങ്കരനായ
ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മറ്റ് 1-2 യൂണിയൻ പ്രസിഡന്റുമാരുമായി കുവൈറ്റിൽ സന്ദർശിച്ചിട്ടുണ്ട്. 2-3 ദിവസം കുവൈറ്റിലുണ്ടായിരുന്നു. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി പഠിച്ചതിന് ശേഷമാണ് അദ്ദേഹം തിരികെ പോകുന്നത്. ഞങ്ങളുടെ അവിടുത്തെ പ്രവർത്തനത്തിൽ തീർച്ചയായിട്ടും ശ്രീ വെള്ളാപ്പള്ളി നടേശന് വളരെ മതിപ്പും, കാരണം കേരളം വിട്ടാൽ മറ്റ് രാജ്യങ്ങളിൽ കാണാത്ത ഒരു പ്രത്യേകത തീർച്ചയായും കുവൈറ്റിലുണ്ടായിരുന്നു. കാരണം കുവൈറ്റിൽ SNDP എന്ന സംഘടന ഒന്നേയുള്ളൂ. മത്സരം ഒറ്റ വേദിയിൽ പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടന, അത് സാരഥിയാണ്. മുന്നോട്ട് വെക്കുന്ന രൂപരേഖയ്ക്ക് UAE ഡെലിഗേഷൻ്റെയും എൻ്റെ വ്യക്തിപരമായ പേരിലും എല്ലാവിധ പിന്തുണയും ഈ അവസരത്തിൽ സന്തോഷപൂർവ്വം അറിയിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ അവതരണം ചെയ്യാൻ ഇന്ത്യൻ ലോകസഭാ സ്പീക്കർ ശ്രീ മനോഹർ ജോഷിയോടും ഇന്ത്യൻ ഗവൺമെൻറ്റിനോടും ബന്ധപ്പെട്ട പാർലമെൻറ്റ് അംഗങ്ങളോടും ഈ ശ്രീനാരായണ ലോക സമ്മേളനം ഐക്യകണ്ഠേന അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ഒരു പാവം സമുദായത്തെ ജാതീയമായി മാത്രം ചിന്തിക്കാനും അവർക്ക് അർഹതപ്പെട്ട് നേടിയെടുക്കാനും തക്ക ഒരു സാമൂഹ്യ വ്യവസ്ഥിതി ഇവിടെ ഉണ്ടാക്കിയ ഈ കാലഘട്ടത്തിൽ ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ ലോകത്ത് പലയിടത്തും ചിതറിക്കിടക്കുന്നത് ഏകീകൃതമായി ഒരു കുടക്കീഴിൽ വരാനും നമ്മുടെ ജനറൽ സെക്രട്ടറി പല വേദികളിലും പറയാറുള്ള അന്യമതത്തിലായ ഒരാൾ കേരളത്തിനും പുറത്തും പോയാൽ അതൊരു കുടുംബത്തിൽ ചേരുകയും അത് ഒരു പള്ളിയും പള്ളിക്കൂടങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഉപരി ജോലി സാധ്യതയുള്ള പല ഫാക്ടറികളുമായി രൂപാന്തരപ്പെടുന്ന ആ നല്ല മാതൃക 1-2 സുഹൃത്തുക്കൾ പല സമയങ്ങളിലായി എന്നെ അപ്രോച്ച് ചെയ്ത് 1-2 കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അതിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ മനസ്സിൽ തോന്നിയ 1-2 കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. നമ്മളുടെ ആൾക്കാർ വെറും കൺസ്യൂമേഴ്സ് ആകാതെ അത് പ്രൊഡ്യൂസ് ചെയ്ത് വിപണിയിൽ ഇറക്കാൻ ശ്രമിക്കണം. നീലഗിരിയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് ടീ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം ഐസ് ടീ പ്രൊഡ്യൂസ് ചെയ്ത് നല്ല ക്വാളിറ്റി ഉള്ളത് വിദേശങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ അദ്ദേഹത്തിന് നല്ല മാർക്കറ്റ് ഇല്ല എന്നാണ് എന്നോട് പറഞ്ഞത്. ഇതൊക്കെ നമ്മുടെ സമുദായങ്ങൾ, നമ്മുടെ ശാഖകൾ തോറും ഒരു വിപണനശാല ഉണ്ടാക്കി ഇങ്ങനെയുള്ള നമ്മൾ നിത്യവും ഉപയോഗിക്കുന്ന സാധനങ്ങൾ അത് നിങ്ങൾ മാർക്കറ്റ് ചെയ്യണം. കാരണം പറഞ്ഞാൽ നമ്മുടെ ആൾക്കാർ ഉണ്ടാക്കുന്ന സാധനങ്ങൾ നമ്മൾ തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കണം. അവർ പറയും ഡോണ്ട് ബൈ ദീസ് സ്റ്റഫ്, ഓപ്പണായിട്ട് പറയും. എന്ന് പറഞ്ഞ മാതിരി നമുക്കും ചെയ്യാം. അതിനൊന്നും വലിയ മസിലിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ വരുമ്പം നമ്മുടെ പ്രൊഡക്ട്സ് നമുക്ക് ചിലർക്ക് പറയും എൻ്റെ കമ്പനി നഷ്ടത്തിൽ പോകുന്നു. കാരണം അതാണ്, ഒരാളുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ചിലവായില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് ബാങ്ക്രപ്റ്റ് ആകും. ചിലപ്പം കുടുംബം ആത്മഹത്യ ചെയ്യും. നമ്മൾ കേരളത്തിലാണ് ലോകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ഉള്ള ഒരു രാജ്യം. കേരളത്തിന് ഭാരതത്തിനും വെളിയിൽ പോയ ശ്രീനാരായണീയർ കേരളത്തിലെ ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളിലും ശ്രീനാരായണീയരിലും ഉണ്ടാകുന്ന സംഭവവികാസങ്ങളെ വളരെ തീക്ഷ്ണമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായി 1991 ന്യൂയോർക്കിൽ വെച്ച്, ന്യൂയോർക്കിൻ്റെ പ്രാന്തപ്രദേശമായ ന്യൂജേഴ്സിയിൽ വെച്ച് ആദ്യ കൺവെൻഷൻ കൊണ്ടാടി. ഈ കൺവെൻഷനിൽ കേരളത്തിലെ SNDPയിലെ നേതാക്കന്മാരെയെല്ലാം ക്ഷണിക്കുകയും ആദരണീയനായ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ചേട്ടനെ അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി മനസ്സിലാക്കി ആദരിക്കുകയും ചെയ്തു. അദ്ദേഹം ആ അവാർഡ് അർഹനാണെന്ന് നിങ്ങൾക്ക് ഇന്നെല്ലാവർക്കും ഞാൻ പറയാതെ മനസ്സിലായി. ശക്തനായ ഈ നേതാവിൻ്റെ പിന്നിൽ Mark Twain said that there are only three types of people: doers, watchers, thinkers. There are people who make things happen. ഈ കാര്യങ്ങൾ നടത്തുന്നവരെ മാത്രമേ ആൾക്കാർ കുറ്റം പറയുള്ളൂ. There are second category, there are people who watch things happen. അവർ സൈഡ് ലൈനിൽ നിന്ന് വാച്ച് ചെയ്യും. അടുത്ത കാറ്റഗറി they are thinkers. അവരും സൈഡ് ലൈനിൽ നിന്ന് തിങ്ക് ചെയ്യും വാട്ട് ഹാപ്പൻ. ഇങ്ങനെയുള്ള 3 കാറ്റഗറിയിലുള്ള ആൾക്കാർ. സത്യത്തിൽ പബ്ലിക് റിലേഷൻ വകുപ്പിൻ്റെ ഒരു ഉദ്യോഗസ്ഥ നിലയിൽ ജിമ്മിൽ എന്ത് നടന്നു, അതുകൊണ്ട് എന്തുണ്ടാകും എന്നൊക്കെ അറിയാവുന്ന എനിക്ക്
അതിനേക്കാൾ അറിയാവുന്ന പരമേശ്വർജിയുടെ വാക്കുകൾ സത്യമായി തോന്നുകയും ഇന്നത്തെ വാഗ്ദാനങ്ങൾ കേട്ടപ്പോൾ അതിലേറെ സത്യമായി മാറുകയും ചെയ്യുമെന്ന ഒരു ഗുരുവിൻ്റെ അനുഗ്രഹം അതിൻ്റെ പിറകിലുണ്ടാകുമെന്നും ഉള്ള വിശ്വാസത്തിൽ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഗുരു വിദ്യാഭ്യാസവും വ്യവസായവും എന്ന് പറഞ്ഞത് ആദ്യമായി പ്രയോഗത്തിൽ വരുത്തിയ അദ്ദേഹത്തിൻ്റെ പ്രഥമ ശിഷ്യൻ മഹാകവി കുമാരനാശൻ തന്നെയാണ്. ഒരു കവി എന്ന നിലയിലല്ലാതെ അദ്ദേഹം ഏതൊക്കെ നിലയിലായിരുന്നുവെന്ന് ആശാൻ സ്മാരകത്തിൻ്റെ തോന്നിക്കൽ സ്മാരകത്തിൻ്റെ സെക്രട്ടറി കൂടിയായ എനിക്ക് ആ ചരിത്രത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഒരു സെക്കൻഡിലേക്ക്, കാരണം അദ്ദേഹം എത്ര കണ്ട് മഹാകവിയായിരുന്നു, അതിനേക്കാൾ വലിയൊരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നു, അതിനേക്കാൾ വലിയൊരു വ്യവസായിയായിരുന്നു, അതിനേക്കാൾ വലിയൊരു പാർലമെന്റേറിയനായിരുന്നു, അതിനേക്കാൾ വലിയൊരു ചിന്തകനായിരുന്നു, അതിനേക്കാൾ വലിയൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വ്യവസായ സാമ്രാജ്യം അത്ര വളരെ വലുതായിരുന്നുവെന്ന് ഇനിയും അവശേഷിക്കുന്ന തെളിവുകൾ സാക്ഷിയാണ്. ഈ കൊച്ചിയിൽ അദ്ദേഹത്തിൻ്റെ വ്യവസായ സംരംഭങ്ങൾ ഇനിയും അവശേഷിക്കുന്നു. തിരുവനന്തപുരത്ത് ഏതാണ്ട് 100ഓളം ഏക്കർ ഭൂമി അദ്ദേഹത്തിൻ്റെ പരമ്പരകൾക്ക് അവകാശപ്പെട്ടതായി ഭൂമി തന്നെ ഉണ്ട്. മിസ്റ്റർ ജയരാജൻ USA, അദ്ദേഹവും ഹെൽത്ത് റിലേറ്റഡായ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, മെഡിക്കൽ ആൻഡ് പാരാമെഡിക്കൽ ഫീൽഡുകളിലുള്ള ഡോക്ടർമാർ, ഫാർമസിസ്റ്റ്, നഴ്സ് തുടങ്ങിയവർക്ക് വേണ്ടുന്ന സംരംഭങ്ങളും നിക്ഷേപ പദ്ധതികളും ഇവിടെ ശ്രമിക്കുകയാണെങ്കിൽ, തുടങ്ങുകയാണെങ്കിൽ അതിനു വേണ്ടുന്ന സർവ്വവിധ പിന്തുണയും ശ്രീ ജയരാജനും തുടർന്ന് പ്രസംഗിച്ച KG ജനാർദ്ദനും ഇവിടെ പറയുകയുണ്ടായി. മൊത്തത്തിൽ ഈ ഗ്ലോബൽ മീറ്റിൽ വൻപിച്ച ഒരു നിക്ഷേപ പദ്ധതിയുടെ ചങ്ങലയാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഈ ചങ്ങല മുറിയാതെ SNDP യൂണിയനും SN ട്രസ്റ്റിനും സർവ്വവിധ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യട്ടെ എന്ന് കൂടുതൽ കരുത്താൽ ആർജിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പറയുന്നതോടൊപ്പം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്നും വേറൊരു പ്രമേയം കൂടി അവതരിപ്പിക്കേണ്ട പ്രബന്ധ അവതാരകൻ ഇവിടെ വരാത്തതിൻ്റെ പേരിൽ ഈ പ്രബന്ധവും ഞാൻ നിങ്ങളുടെ അനുമതിയോടുകൂടി ഇവിടെ വായിക്കുകയാണ്. പ്രമേയം: ലോകത്തെ പ്രധാനപ്പെട്ട എല്ലാ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെയും സഹകരണത്തോടെ തിരുവനന്തപുരം കേന്ദ്രമാക്കി ശ്രീനാരായണ ഗ്ലോബൽ മിഷൻ രൂപീകരിച്ച് അന്തർദേശീയ തലത്തിൽ പ്രവർത്തനം ആരംഭിക്കാൻ 3ാമത് ശ്രീനാരായണ വേൾഡ് കൺവെൻഷൻ ആൻഡ് ഗ്ലോബൽ മീറ്റ് ഐക്യകണ്ഠേന തീരുമാനിച്ചിരിക്കുന്നു. പ്രബന്ധ അവതാരകർ മുരളീധരൻ ഷാർജ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ദുബായ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആധ്യാത്മിക ആചാര്യനും ഏറ്റവും വലിയ നവോത്ഥാനത്തിൻ്റെ നായകനുമായ ശ്രീനാരായണ ഗുരുദേവൻ്റെ ജന്മം കൊണ്ട് പവിത്രവും മതമൈത്രിയുടെ ഈറ്റില്ലവുമായ കേരളത്തിലെ തിരുവനന്തപുരം അന്താരാഷ്ട്ര എയർപോർട്ടിന് ശ്രീനാരായണ ഗുരു എയർപോർട്ട് എന്ന് നാമകരണം ചെയ്യാൻ ബഹുമാനപ്പെട്ട കേന്ദ്ര വ്യോമയാന വകുപ്പ് മന്ത്രിയോട് 3ാമത് ശ്രീനാരായണ ഗ്ലോബൽ കൺവെൻഷൻ പ്രതിനിധികൾ നിങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ആ അഭ്യർത്ഥനയിൽ പങ്കെടുത്ത് ഈ സംരംഭത്തിന് പിന്തുണ പ്രഖ്യാപിച്ച നിങ്ങളോടൊപ്പം നമുക്ക് മറക്കാനാകാത്ത, എന്നും ഓർമ്മിക്കുന്ന ശ്രീ ശങ്കരൻ സാറിൻ്റെ മകനും ഇവിടെ ഉണ്ട് എന്നുള്ള സത്യം നേരത്തെ പറഞ്ഞില്ലെങ്കിലും ഞാൻ പറയുന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇങ്ങനെ ഒരു പ്രസ്താവന ഇവിടെ നിന്ന് ചെയ്യാൻ എനിക്ക് ശക്തി നൽകിയത് ശ്രീ ശങ്കരൻ സാറിൻ്റെ എല്ലാവിധത്തിലുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. എല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലാതും ഒഴിയുമോക്കിൽ നീ ജയിക്കുക മഹാദേവ ദീനാവനപരായണ. സമാപ്തി എന്ന വാക്കിനുപരി മുന്നോട്ടുള്ള യാത്രയ്ക്കുള്ള കുതിപ്പിൻ്റെ പടിയായി നാം ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുകയാണ്. ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത് നമ്മളെ ധന്യരാക്കാൻ എത്തിയിരിക്കുന്ന നമ്മുടെ വിശിഷ്ട അതിഥികളെ സ്വാഗതം ചെയ്യുകയാണ് എൻ്റെ കർത്തവ്യം. ശ്രീ നാരായണ വേൾഡ് കൗൺസിൽ അതിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ
ശ്രീനാരായണ വേൾഡ് കൗൺസിലിൻ്റെ ചെയർമാൻ ശ്രീ എം.എൻ. ജയരാജൻ്റെ പേരിൽ, ശ്രീനാരായണ വേൾഡ് കൗൺസിൽ പ്രസിഡന്റ് ശ്രീ കെ.ജി. ജനാർദ്ദൻ്റെ പേരിൽ ഞാൻ ബ്രഹ്മശ്രീ സ്വാമി സൂക്ഷ്മാനന്ദയെ ഈ ഗ്ലോബൽ മീറ്റിൻ്റെ ഈ സായസന്ധ്യയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ധീരനും SNDPയുടെ ധീരനായ സംഘാടകനായ ജേതാവായ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ചേട്ടനെ ശ്രീനാരായണ വേൾഡ് കൗൺസിലിൻ്റെ പേരിൽ, കേരളത്തിലെ ജനകോടികളുടെ പേരിൽ, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ വിദേശ ഡെലിഗേറ്റ്സിൻ്റെ പേരിൽ, ഇതിന് അനുഗ്രഹം വരളിയ എല്ലാവരുടെയും പേരിലും ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സജീവ പ്രവർത്തകനും ജനനേതാവുമായ ശ്രീ രാജൻ ബാബു MLA-യും ഈ കൺവെൻഷനിലെത്തിയ എല്ലാ ഡെലിഗേറ്റ്സിൻ്റെയും പേരിൽ, സംഘാടകരുടെ പേരിൽ, വേൾഡ് കൗൺസിലിൻ്റെ പേരിൽ ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിന്ന് എത്തിയിരിക്കുന്ന കഴിഞ്ഞ 2 ദിവസമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമ്മേളന പരമ്പരകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇതിൻ്റെ ഈ പരിസമാപ്തി കുറിക്കുന്ന ഈ സമാപന സമ്മേളനത്തിൽ നിങ്ങളെയൊക്കെ കാണാനും ഇതിൽ സംബന്ധിക്കാനും കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ ആദ്യമേ രേഖപ്പെടുത്തുകയാണ്. ഗ്ലോബൽ ഫാമിലി അല്ലെങ്കിൽ ഗ്ലോബൽ മീറ്റ് എന്നൊക്കെ ആശയം ഇന്നിപ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും വളരെ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ ഈ ഗ്ലോബൽ ഫാമിലി എന്ന ആശയം യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനത്തിൽ അധിഷ്ഠിതമാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനത്തിൻ്റെ ആകത്തുക എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും പെട്ടെന്ന് പറയാൻ കഴിയുന്നത് ഗുരുദേവൻ അരുവിപ്പുറത്ത് പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം അവിടെ എഴുതി വെച്ചിട്ടുള്ള 4 വരികളാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണത്. അപ്പോൾ ഈ 4 വരികൾ നമുക്കെല്ലാവർക്കും പരിചിതമാണ്. ഗുരുദേവൻ്റെ ഈ മഹത്തായ ദർശനം എന്ന് പറയുന്നത് ഗുരുദേവൻ്റെ ലക്ഷ്യമാണ്. ശ്രീനാരായണീയരായ സഹോദരീ സഹോദരന്മാരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ഗ്ലോബൽ മീറ്റിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഒരു വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ ശ്രീനാരായണ ഭക്തനും ശ്രീനാരായണ ദർശനങ്ങൾ പഠിക്കുവാനും ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന് മുമ്പേ രൂപം കൊണ്ടുപോയെങ്കിലും കേരളത്തിൽ അതിന് പ്രചാരമില്ല, പ്രവർത്തനമില്ല. അതെല്ലാം ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് അതെല്ലാം നടന്നുകൊണ്ടിരുന്നത്. ആ കാലഘട്ടത്തിലാണ് സി കേശവൻ നിവർത്തന പ്രക്ഷോഭവുമായി വരുന്നത്. അന്ന് ഈഴവ സമുദായത്തെ പോലെ തന്നെ ക്രിസ്ത്യാനിക്ക് മുസ്ലിമിന് ഒന്നും അംഗീകാരമില്ലായിരുന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറിയോടും SNDP യോഗം ഭാരവാഹികളോടും ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രീനാരായണ ഗുരു അടക്കമുള്ള ഈ രാജ്യത്തെ രാജ്യസ്നേഹികളായ ആളുകൾ അക്കപ്പെട്ട എല്ലാവരും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവർ അത്യാഗോചരമായ സമരത്തിലൂടെ നമുക്കിവിടെ സാമൂഹ്യ നീതി നേടാൻ കഴിഞ്ഞത്. ഈഴവരടക്കമുള്ള ആളുകൾക്ക് സമുദായ പ്രാതിനിധ്യവും
ഉദ്യോഗത്തിൽ റിസർവേഷനും എല്ലാം കിട്ടിയത് നമ്മുടെ നിരന്തരമായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ്. അതൊന്നൊന്നായി തെറിക്കാൻ പോകുന്നു. കേരള ഹൈക്കോടതിയിൽ 29 ജഡ്ജസിന്റെ ഒഴിവുണ്ട്. 29 ജഡ്ജസിന്റെ സ്ഥാനമാണ് ഒഴിവല്ല, 29 ജഡ്ജസിന്റെ സീറ്റാണ് കേരള ഹൈക്കോടതിയിലുള്ളത്. ഞാൻ ഭയക്കുന്നു കേരള ഹൈക്കോടതിയിൽ ഈ രാജ്യത്തെ സാമൂഹ്യ നീതിയും അതുപോലുള്ള ന്യായങ്ങളും എല്ലാം നടപ്പിലാക്കാൻ ബാധ്യസ്ഥമായ കേരള ഹൈക്കോടതിയിൽ ഒരു ഈഴവൻ പോലും ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷം ഈ രാജ്യത്തുണ്ടായാൽ അത് കണ്ടുപടച്ചിനിയും നമുക്ക് സഹിക്കാൻ കഴിയുമോ? ഇവിടെ സ്വാശ്രയ കോളേജുകളിലെ അഡ്മിഷനിൽ പോലുമുള്ള ജഡ്ജ്മെന്റുകൾ ഇതെല്ലാം സാമൂഹ്യ നീതിക്കെതിരായിട്ടുള്ള വെല്ലുവിളിയായി ഞങ്ങൾ കാണുന്നു. ഭരണഘടന അനുവദിച്ചിട്ടുള്ള സാമൂഹ്യ നീതി പോലും അതിന്റെ ഉന്നത സ്ഥാനമായ നടപ്പിലാക്കാൻ ബാധ്യസ്ഥമായ ഹൈക്കോടതിയിൽ പോലും നടപ്പിലാക്കാതെ വന്നാൽ അത് കണ്ടുപടച്ചിലോ കുറയാൻ കഴിയുമോ എന്ന് നമ്മൾ ചിന്തിക്കണം. കഴിഞ്ഞ കാലഘട്ടത്തിൽ നേടിയത് നഷ്ടപ്പെടാതിരിക്കുവാൻ എന്ത് ത്യാഗം സഹിച്ച് നമ്മൾ മുന്നോട്ട് വരണം എന്ന് മാത്രം ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഇതുപോലുള്ള ഗ്ലോബൽ മീറ്റുകൾ ലോകത്തിന്റെ എല്ലാ സ്ഥലത്തും ഉണ്ടാകണം, അതിന്റെ സംഘാടകർ തയ്യാറാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ജയ് ഹിന്ദ്. സ്നേഹത്തിന്റെ ആയിരം പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് വർഗത്തിന്റെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി വജ്രത്തിന്റെ കാഠിന്യവും പുഷ്പത്തിന്റെ മാർദ്ദവവും ഒരുമിച്ച് സമന്വയിപ്പിച്ച ഭാഷാ ശൈലിയെ സ്വീകരിച്ചിട്ടുള്ള മലയാളം വാരികയെ പ്രത്യേക അഭിനന്ദനങ്ങളോടെ ഈ പ്രകാശന കർമ്മം നിർവഹിക്കുവാനായി പുരുഷോത്തമൻ അവരെ ക്ഷണിക്കുന്നു. ശ്രീനാരായണീയരായ എല്ലാവരെയും, ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നിവസിക്കുന്ന ശ്രീനാരായണീയരായ എല്ലാവരെയും ഒരുമിപ്പിക്കുവാൻ, ഈ കുടക്കീഴിൽ ഒരുമിപ്പിക്കുവാൻ കഴിഞ്ഞത് വലിയ ഒരു കാര്യമാണ്. നമ്മുടെ ശ്രീനാരായണ പ്രസ്ഥാനത്തെ ശക്തമായ അടിത്തറയിൽ ഉറപ്പിക്കുവാൻ, അതിന് പുതിയ രൂപവും ഭാവവും നൽകുവാൻ, വാസ്തവത്തിൽ പറഞ്ഞാൽ ശ്രീ നടേശന്റെ നേതൃത്വം വളരെ വളരെ സഹായകമായിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കെല്ലാം പൂർണ്ണമായ ബോധ്യം. അദ്ദേഹത്തിന്റെ ശബ്ദം, വെള്ളാപ്പള്ളിയുടെ ശബ്ദം ധീരതയുടെ ശബ്ദമാണ്. വെള്ളാപ്പള്ളിയുടെ ശബ്ദം നിശ്ചയദാർഢ്യത്തിന്റെ ശബ്ദമാണ്. ഇപ്രകാരമുള്ള ഒരുക്കു മനുഷ്യർ, കരുത്തരായ നേതാക്കളാണ് നമുക്ക് സമുദായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്, പൊതുപ്രവർത്തന രംഗത്ത് ആവശ്യമായിട്ടുള്ളത്. എനിക്ക് യാതൊരു സംശയവുമില്ല, വെള്ളാപ്പള്ളിയുടെ ആ സജീവമായ ആ നേതൃത്വത്തിന് കീഴിൽ നമ്മുടെ ശ്രീനാരായണ പ്രസ്ഥാനത്തിന് കൂടുതൽ ശക്തി ആർജിക്കുവാൻ കഴിയും എന്ന് ഞാൻ ആശിക്കുകയാണ്. വാസ്തവത്തിൽ അവർണരായ ആളുകൾക്ക് ക്ഷേത്രാരാധന പോലും വിലക്കിയിരുന്ന സന്ദർഭത്തിൽ അങ്ങനെയുള്ള അനാചാരത്തെ, അങ്ങനെയുള്ള അധർമ്മത്തെ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ശിവപ്രതിഷ്ഠ നടത്തുകയും ഇതാ ജാതിഭേദമില്ലാത്ത, മതവിദ്വേഷമില്ലാത്ത എല്ലാ സഹോദരന്മാരായി കഴിയുന്ന മാതൃകാസ്ഥാനമാണ് ഇത് എന്നവിടെ എഴുതി വെച്ച ആ വാക്കുകൾ എത്രയോ വലിയ വിപ്ലവകരമായിരുന്നു. ശ്രീനാരായണ ദർശനം ഒരു രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിലോ ഒരു പ്രദേശത്തിന്റെ അതിർത്തിക്കുള്ളിലോ ഒതുങ്ങുന്നതല്ല, അത് വിശ്വദർശനമാണ്. അതുകൊണ്ടാണ് വാസ്തവത്തിൽ പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ആഗോള സംഗമം നടത്തിക്കൊണ്ട് ഗുരുദർശനങ്ങളെ പറ്റി നമ്മൾ പങ്കുവയ്ക്കുന്നത് വാസ്തവത്തിൽ പറഞ്ഞാൽ വളരെ വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു കാര്യമാണ്. G.K. ദിവാകരൻ എന്ന് പറഞ്ഞ വലിയൊരു മഹാൻ എന്നും SNDP യോഗത്തിലും ശ്രീനാരായണ പ്രസ്ഥാനത്തിലും ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത വലിയൊരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ മകൻ കൂടിയായ ബാബു ദിവാകരൻ്റെ നിങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല, എനിക്കറിയാം. ഏറെ പ്രസംഗിക്കാൻ കഴിവുള്ള ആളുകൾ ഇനിയും ഈ വേദിയിലുണ്ട്. എൻ്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ വലിയ ചെണ്ടമേള ഇപ്പോൾ നടന്ന് കഴിഞ്ഞിരിക്കുകയാണ്, സ്പീക്കർ ഉൾപ്പെടെ. അതിൻ്റെ പുറകെ ഒരു ഉടുക്ക് പാട്ടുമായി ഞാൻ വന്നാൽ ഇവിടെ ഏഷ്യയില്ലെന്ന് എനിക്കറിയാം. SNDP യോഗത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗ്ലോബൽ സമ്മേളനം കേരളത്തിൽ വെച്ച് നടത്തി. ഇതൊക്കെ മുമ്പ് ഒന്ന് അമേരിക്കയിലും സിംഗപ്പൂരിലും എല്ലാം നടത്തിയെന്ന് ഞങ്ങൾക്കറിയാം.
അവിടെ പോകുവാനുള്ള ഭാഗ്യം ലഭിച്ച പലരും ഇവിടെയുണ്ട്. മൂന്നാമത് നടക്കുന്നത് ഈ ഗ്ലോബൽ സമ്മേളനം കേരളത്തിൽ വെച്ച് നടത്തണമെന്ന് സ്വാഭാവികമായി ഞങ്ങൾ ആഗ്രഹിച്ചു പോയത് SNDP യോഗത്തിൻ്റെ ശതാബ്ദി വർഷത്തിൻ്റെ ഒരു ആഘോഷം ഒരു ഭാഗമായി മേഖലയിലും കൈത്തറി മേഖലയിലും കൃഷി മേഖലകളിലും എല്ലാം എത്ര 10,000 പണിയെടുക്കുമ്പോൾ പോലും ഈഴവൻ്റെ കുലത്തൊഴിൽ ചെത്താണെന്നും മാറുന്ന ആ ഒരു തൊഴിൽ ഈ സമുദായത്തെ തള്ളി വർത്തമാനം പറയുന്ന ശൈലികളാണ് ഇന്നലെയും ഇന്നും നിലനിൽക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് മനുഷ്യനിൽ നിന്ന് അകന്നു പോവുകയാണ്. അവർ മനുഷ്യനിലേക്ക് വരുന്നില്ല. കാലചക്രത്തെ പുറകോട്ട് തിരിക്കാനാണ് ശ്രമിക്കുന്നത്. കാലഘട്ടത്തിൻ്റെ ഉൾവിളി മനസ്സിലാക്കാൻ കഴിവില്ലാതെ പോയി എങ്കിൽ ഈ ബുദ്ധിഹീനരെ പറ്റി എനിക്കൊന്നും പറയാനില്ല. സത്യങ്ങൾ പറയുന്ന ഒരു നാരായണത്ത് ഭ്രാന്തനാണ് ഞാൻ. അവർ സർട്ടിഫിക്കറ്റ് വന്നു. എനിക്ക് സമുദായത്തിന് വേണ്ടി നാരായണത്ത് ഭ്രാന്തനാകാൻ യാതൊരു മടിയുമില്ല. എനിക്ക് സമുദായം ഏൽപ്പിച്ചൊരു ദൗത്യമുണ്ട്. നിങ്ങൾ ജാതി പറയണമെന്നല്ലേ ഞാൻ പറയുന്നു. ജാതി പറയരുതെന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ അവൻ നമ്മുടെ ശത്രുവാണ്. ഭരിക്കുന്നവരെല്ലാം സാമുദായിക ശക്തി സമാഹരണത്തിലൂടെ അവർ മുന്നോട്ട് പോയി എങ്കിൽ ആദർശം മാത്രം പറഞ്ഞ് സ്വയം നശിച്ച സമുദായമാണ് ഈഴവ സമുദായം. SNDPക്ക് യാത് പറയാം, ശിവഗിരിക്ക് പക്ഷേ പറയാൻ പാടില്ലായിരിക്കാം. കാരണം SNDP യോഗത്തിന്റെ ഭരണഘടന വായിച്ചിട്ടുള്ള വിവരമുള്ളവരൊറ്റണം പറയത്തില്ല. അതിൻ്റെ വകുപ്പ് 3B ഈഴവനെന്ന് 100 കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി സമുദായത്തിന് ഒരു വോട്ട് കൊടുത്ത് ഒരു പരീക്ഷിക്കേണ്ട സമയം. ആ പരീക്ഷണത്തിൽ സമുദായം പറഞ്ഞാൽ അതിനകത്ത് സമുദായത്തിന് ഗുണം ചെയ്യുന്ന ആള്, അതായത് സമുദായത്തിന് തന്നെ എല്ലാവർക്കും കൊടുക്കുന്നത്. ഒരുപക്ഷെ നമ്മളെ സഹായിക്കുന്ന ആളാണ് മാണിസാറെങ്കിൽ മാണിസാറിനെ കൊടുക്കണം. അവിടെ ജാതികളുടെ പ്രശ്നം. അത് നമ്മളെ എന്നും ദ്രോഹിക്കുന്നതാണ് മാണിസാറെങ്കിൽ മറ്റേ ജോസഫിന് പറ്റിയതുപോലെ അവിടെ തിരിച്ചു കുത്തുകയും വേണം. ശ്രീ രമേശ് ചന്ദ്രൻ അവർ ഈ കാസറ്റിന്റെ രചന നിർവഹിച്ചുകൊണ്ട് തിരക്ക് പിടിച്ച ഔദ്യോഗിക ജീവിതത്തിനിടയിലും കലയുടെയും സംസ്കാരത്തിന്റെയും നനുത്ത തന്തുക്കളെ ഹൃദയത്തിൽ സൂക്ഷിച്ച മഹാനായ ഈ കലാകാരൻ. അടുത്തത് TS ജോർജ് അവർ. അടുത്തത് പ്രിയപ്പെട്ട കിഷോർ വർമ്മ അവർ. സംഗീതത്താൽ യമുനാ നദിയുടെ ഓളങ്ങളെ പോലും തീപിടിപ്പിക്കുവാൻ കഴിയുന്ന പ്രിയപ്പെട്ട ഗായകനെ ക്ഷണിക്കുന്നു. അടുത്തത് കുമാരി ബബിത അവർ. ഈ സമ്മേളനം സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്ത SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെ ഇതിൻ്റെ സംഘാടകരെല്ലാം ഞാൻ ഹാർദവമായി അനുമോദിക്കുകയാണ്. 3 ദിവസക്കാലം നീണ്ടുനിന്ന ഈ സമ്മേളനങ്ങൾ ഉദ്ദേശിച്ച ദൗത്യം എല്ലാ അർത്ഥത്തിലും വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ശ്രീനാരായണ ധർമ്മസംഘം ശിവഗിരിയുടെ 75-ാം വർഷം, സ്വാമി സമാധിയുടെ 75-ാം വർഷം, SN ട്രസ്റ്റ് രൂപീകരിച്ചതിൻ്റെ 50-ാം വർഷം, ഇതൊക്കെ കൊണ്ട് ശ്രീനാരായണയെ സംബന്ധിച്ചിടത്തോളവും 2003 വളരെ പ്രസക്തമാണ്. അവകാശങ്ങളെ കൊണ്ട് സമൂഹത്തെ കൊണ്ട് തന്നെ അംഗീകരിപ്പിച്ച ഒരു വിമോചന പ്രസ്ഥാനമായിരുന്നു ഗുരുദേവന്റേത്. ശ്രീനാരായണ ദർശനത്തിന്റെ ഏറ്റവും അപൂർവമായ തലം എന്ന് പറയുന്നത് മതാതീത ആത്മീയത എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ട നാരായണീയരെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൾ. വളരെ ഗർജിക്കുന്ന പ്രസംഗങ്ങളൊക്കെ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഇനി അതിൻ്റെ ആവശ്യമില്ല എന്നതിൻ്റെ പേരിലും പക്കം പുരുഷോത്തം സാർ തിരക്കിട്ട് പോകേണ്ടത് കൊണ്ട് ഇനി പ്രസംഗിക്കാനും ഗോപാലൻ മാത്രം 2 വാക്കുകൾ മാത്രം പറഞ്ഞു പോയിക്കോളൂ എന്നുള്ള സമാധാനത്തിൽ ഇങ്ങനെയൊക്കെ ഒരു അന്തരീക്ഷത്തിൽ ഒരു കാര്യം മാത്രം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. കാരണം നമ്മൾ പ്രസംഗങ്ങളൊക്കെ കേട്ടു. 3 ദിവസം എന്ത് തിരക്കുണ്ടായിട്ടും എല്ലാ പ്രസംഗങ്ങളും കേൾക്കാനുള്ള സൗഭാഗ്യം എനിക്ക് കിട്ടി.
ഇതിലൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, പ്രസംഗങ്ങൾ കേട്ട് ചിന്തിക്കേണ്ട ഒരു സമയമായി 2 നിമിഷം നിങ്ങൾ അത് മാറ്റിവെക്കണം. നമ്മൾ എന്തെല്ലാം കേട്ടു, എന്തെല്ലാം നമ്മളിവിടെ പ്രവർത്തിച്ചു, ഇതൊക്കെ എന്തായി തീരും, എങ്ങനെ പരിവർത്തനം ഉണ്ടാവും എന്നുള്ള ഒരു കാര്യം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, നമ്മൾ മനസാക്ഷിയോട് തൊട്ടു നോക്കുകയാണെങ്കിൽ, നമ്മൾ ഈ കേട്ട കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. for his outstanding contribution in propagating Sinarayana philosophy, promoting education, socio-economic development, and upholding democratic values in the state of Kerala, India. It is awarded during the 3rd Sinarayana Global Convention and centenary celebration of the SNDP Yogam at Kochi, India. SDP ശാഖാ സെക്രട്ടറി കർമ്മധീരനായ സമുദായ സ്നേഹിയായ സജിത് നാരായണൻ അവർകളാണ് 2ാം സ്ഥാനം കരഗതമാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തെ ഈ സമ്മാനം സ്വീകരിക്കുന്നതിനായി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഈ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. ശ്രീ ആർ ശങ്കർ മരിച്ച് 32 കൊല്ലങ്ങൾക്ക് ശേഷം പോസ്റ്റ്മസായി അദ്ദേഹത്തിന് നൽകിയ ഈ അവാർഡിന് ഈ അവാർഡ് നൽകിയ കമ്മിറ്റിയോടും കൗൺസിലിനോടും എനിക്കുള്ള നന്ദി ഞാൻ ആദ്യം രേഖപ്പെടുത്തുകയാണ്. ഭരണഘടനാ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് ഒരു പുതിയ യുഗം കുറിച്ചുകൊണ്ട് SNDP യോഗത്തിൻ്റെ കർമ്മധീരനായ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിക്ക് ഒരു പുതിയ മുഖം അതിനുണ്ടാക്കി കൊടുക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് വാസ്തവം. കാര്യങ്ങൾ ഉടൻ തീരുമാനമെടുക്കുവാനും ഒട്ടും താമസമില്ലാതെ തന്നെ അത് നടപ്പിലാക്കുവാനുമുള്ള പ്രത്യേക കഴിവ് SNDP കൗൺസിലിലെ എല്ലാ അംഗങ്ങളും ഒരുപോലെ എനിക്കൊപ്പം നിൽക്കും എന്നുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസം അദ്ദേഹത്തെ ഒരിക്കലും ഞങ്ങളാരും കൈവിടില്ല എന്നുള്ളത് ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് ഒരു വലിയ പങ്ക് ഞങ്ങൾ വഹിച്ചിട്ടുണ്ട് എന്നുള്ളതിന് തെളിവാണ്. ആഗോള ശ്രീനാരായണ കുടുംബ സംഗമം ഇന്നതിൻ്റെ സമാപനം കുറിക്കുന്ന സമ്മേളനത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. 6 സെമിനാറുകളും 2 പൊതുസമ്മേളനവും ഒരു ഗ്ലോബൽ മീറ്റും ഓരോ യുവജന വനിതാ സമ്മേളനങ്ങളും ക്വിസ് പ്രോഗ്രാമും അങ്ങനെ ഏറെ സമ്പന്നമായ ഒരു സമ്മേളനത്തിന്റെ പരിസമാപ്തി കുറിക്കുന്ന ഈ അവസരം ഈ വേദിയെ ധന്യമാക്കിക്കൊണ്ട് 96 പ്രമുഖന്മാർ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ വർത്തമാനകാല സമവാക്യങ്ങളും വർത്തമാനകാല സന്ദേശങ്ങളും വിളമ്പിത്തരുവാൻ നമ്മളെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നത് ഏറെ നന്ദിപൂർവ്വം ഞാൻ ആമുഖമായി സ്മരിക്കുകയാണ്. എന്നെ പോലെയുള്ള യുവജന സമൂഹം ഏറെ അഭിമാനപൂർവ്വം ശ്രീ വക്കം പുരുഷോത്തമൻ അവർക്ക് ഈ വേദിയിൽ കൃതജ്ഞത അർപ്പിക്കുകയാണ്. കാരണം ഇന്നലെ കോഴഞ്ചേരിയിൽ നടന്ന അദ്ദേഹത്തിന്റെ ഉജ്ജ്വല പ്രസംഗം ഞാൻ ഓർത്തുപോകുക. അവിടെ സമ്മേളിച്ചവരേവരും ആ പ്രസംഗത്തെ പറ്റി പറഞ്ഞത് 2ാമത്തെ കോഴഞ്ചേരി പ്രസംഗമെന്നാണ്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവர்களെ വർത്തമാനകാലത്തിൽ കേരളത്തിലെ ഈഴവ സമുദായം, തീയ സമുദായം, ബില്ലവ സമുദായം അങ്ങയെ ഏറെ സ്വാതന്ത്ര്യത്തോടുകൂടി ഈഴവ സംഘം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അങ്ങയുടെ സുദീർഘമായ സേവനത്തിന് നന്ദിയും കടപ്പാടും കലവറയില്ലാതെ അങ്ങയുടെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങില് അങ്ങയുടെ സജീവ സാന്നിധ്യത്തിന് നേതൃത്വത്തിന് കലവറയില്ലാത്ത നന്ദി എല്ലാവർക്കും വേണ്ടി, ഈഴവ സമുദായത്തിന് വേണ്ടി, തീയ സമൂഹത്തിന് വേണ്ടി, വേൾഡ് കൗൺസിലിന് വേണ്ടി കലവറയില്ലാതെ സമർപ്പിക്കുന്നു. നന്ദി വിനയപൂർവ്വം കടപ്പാടും രേഖപ്പെടുത്തുന്നു. ശ്രീ KM മാണിയെ പോലെയുള്ള കേരളത്തിലെ
സ്വാധീനമുള്ള ഒരു മന്ത്രിയുടെ വരുംകാല പ്രവർത്തനങ്ങൾ നമുക്കേറെ ആശ്വാസം നൽകുമെന്ന പ്രത്യാശയോടുകൂടി അദ്ദേഹത്തിന് വേൾഡ് കൗൺസിലിന്റെയും SNDP യോഗത്തിന്റെയും ഇവിടെ സംഘടിച്ചിരിക്കുന്ന ഏവരുടെയും നിശ്ചയമായ നന്ദിയും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുന്നു. ആദരണീയനായ സ്വാമി സൂക്ഷ്മാനന്ദ അവർ ആത്മീയ മേഖലയിലേക്ക് നമ്മളെ ഉയർത്തുവാൻ, ആത്മീയ മേഖലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന രീതിയിൽ ഒരു അനുഗ്രഹ പ്രഭാഷണം നടത്തിയ സ്വാമി സൂക്ഷ്മാനന്ദ അവരുടെ ഏറെ കടപ്പാട് ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. അങ്ങക്ക് വേൾഡ് കൗൺസിലിന്റെയും SNDP യോഗത്തിന്റെയും നിശ്ചയമായ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. സച്ചിദാനന്ദ സ്വാമിജി അവർ സാന്നിധ്യം കൊണ്ട് ഈ കഴിഞ്ഞ 3 ദിവസവും നിറഞ്ഞു നിന്ന അങ്ങക്ക് വേൾഡ് കൗൺസിലിന്റെയും SNDP യോഗത്തിന്റെയും ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന ഏവരുടെയും നിശ്ചയമായ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. നമ്മളുടെ ഈ വേദിയും സമ്മേളനവും സമ്പന്നമാക്കുവാൻ ഏറെ ത്യാഗം സഹിച്ച എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും, അതുപോലെ തന്നെ ഈ കമ്മിറ്റിയുടെ ഓഫീസ് പ്രവർത്തിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട പ്രാദേശിക നേതാക്കന്മാർ എല്ലാവർക്കും വേൾഡ് കൗൺസിലിന്റെ പേരിൽ, SNDP യോഗത്തിന്റെ പേരിൽ, ഇവിടെ പങ്കെടുത്ത എല്ലാവരുടെയും പേരിലുള്ള നിശ്ചയമായ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. SNDP യോഗം സിദ്ധാബാദ്. ഗുരുദേവാ ഗുരുദേവാ ശ്രീനാരായണ ഗുരുദേവാ ശിരസിൽ ശ്രീപാദ പുഷ്പങ്ങൾ ചൂടി